ഹായ് ഓൾ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ എടുത്തിട്ട് ബോയിൽഡ് ചെയ്തിട്ടുള്ള പൊട്ടറ്റോ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചെറുതായിട്ട് അതിനുള്ള കൊറിയാൻഡറും ഒനിയനും ഇട്ട് കൊടുക്കും. നമ്മുടെ ഫില്ലിങ്സ് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് കൊറിയാൻഡറും മിൻറ്റ് ലീവ്സും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഗ്രീൻ ചില്ലി ഇടുമ്പോൾ നല്ല എരിവുള്ളതാണോ നോക്കുക, എന്നിട്ട് കുറച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കാരണം നല്ല എരിവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ജിഞ്ചറും കൂടി ഇട്ടതിന് ശേഷം മിക്സിയിൽ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ. അരിച്ചെടുത്തില്ലെങ്കിൽ ആ അരിപ്പയിൽ കണ്ട ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ അതിലുണ്ടാവും, ഈ വെള്ളത്തിലുണ്ടാവും. നമ്മൾ പിന്നെ സാൾട്ടും അതിലേക്ക് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ചട്നി റെഡിയായി. ഇത്ര സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇംലി വാട്ടറും ജാഗരിയും ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചാട്ട് മസാലയും റെഡ് ചില്ലി പൗഡറും സാൾട്ടും കൂടി ഇട്ട് കൊടുക്കണം. ചാട്ട് മസാല ഇടുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണല്ലേ ചാട്ട് മസാല ഇടുമ്പോൾ. അത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ഇംലി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരി വേണം, പാനിപ്പൂരിയുടെ പൂരി ഇല്ല, ആ പൂരി വേണം. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ നമുക്കിങ്ങനെ അതിൻ്റെ മാവ് മാത്രം വാങ്ങിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങുകയും ചെയ്യാം. നമ്മളിങ്ങനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഓരോ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇമ്മിലി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സർ ഇട്ട് കൊടുക്കുക കേട്ടോ. മിക്സർ നമ്മൾ വാങ്ങാൻ മറന്നു പോയിട്ട്, അപ്പോൾ മിക്സറിൽ ഉള്ളവരൊക്കെ മിക്സർ ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്സർ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം എന്നിപ്പോഴാണ് കാണാൻ ഇത്ര നേരം ക്രോഷ്യയുടെ പുറകെ പോയേക്കായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഒന്ന് കയറി വന്നത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞൊന്ന് വന്നത്. അപ്പോൾ ഞാൻ ഐസ് ഹൗസൊക്കെ കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.